വൈകിട്ട് 9 മണിക്ക് മുമ്പ് കളക്ടർ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് പ്രവൃത്തി അതുകൊണ്ട് തന്നെ രാവിലെ അടിച്ച അലാറം ഒന്നോടെ നിർത്തി വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റോടൊക്കെ വെച്ചിട്ടാണ് എണീറ്റാണ് അടുക്കളയിൽ ചെന്ന് പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഫോൺ എടുത്ത് നോക്കൂലോ. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് ആണ്ട് കിടക്കണം. പിന്നെ ഒന്നും നോക്കില്ല, അപ്പൊ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും പോയി കിടന്നിട്ട് എനിക്കിപ്പോ രാവിലെ 8 മണി. അല്ലെങ്കിലും അങ്ങനെയാ, കളക്ടർ അവധി പ്രഖ്യാപിക്കാൻ നോക്കിയിരിക്കാന്ന് തോന്നുന്നു മഴ ഓടിപ്പാൻ. ഇന്നലെയൊക്കെ എന്നാ മഴയായിരുന്നു എന്റെ അമ്മ. കാര്യം മഴ അവധിയൊക്കെ കിട്ടി വീട്ടിലിരിക്കാൻ സന്തോഷമാണെങ്കിലും അങ്ങനെ ശക്തിയിൽ മഴ പെയ്യാതിരിക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും മഴ വീണോണ്ട് ഒരു പ്രശ്നമില്ല, പക്ഷെ മഴ മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. ഉച്ചയൂണ് നല്ല സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ. ചില സമയത്ത് സ്പെഷ്യൽ ഇല്ലാണ്ട് ഊണ് കഴിക്കാനും ഒരു രസമാണ്. വീഡിയോയിൽ കണ്ടോ നാരങ്ങയുടെ ഇലയും കൊണ്ട് ചമ്മന്തി ഇരിക്കണേ. എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാന്ന് വിചാരിച്ചു. നമ്മളിവിടെ ചമ്മന്തിപ്പൊടിയിലൊക്കെ നാരങ്ങയുടെ ഇല ഇട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കുന്ന ആദ്യമായിട്ട്. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയായിട്ട്. ഇപ്പൊ ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഒരു ഉണക്കമീൻ വറുത്തതും. ഇതൊന്നും അങ്കമീനാണ് കേട്ടോ. പിന്നെ നല്ല കട്ടിത്തൈരും. ഈ തൈരും ഉണക്കമീനൊക്കെ വിരുദ്ധാഹാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കണയാണ്. പക്ഷെ അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ആണ്. അതിലൊരു കാന്താരിമുളകൊക്കെ പൊടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് തൈര് കേട്ടോ. എത്ര ദിവസം പാക്കറ്റിൽ ഇരുന്നാലും ഒരു പുളി പോലും കൂടുന്നില്ല. എനിക്കെങ്കിലും തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ ഒറിജിനൽ. ചോറിനുമ്പോ ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ അങ്ങോട്ട് എനിക്ക് കാണിച്ച് അതൊക്കെ പോട്ടെ. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. ചില സമയത്തുണ്ടല്ലോ നമ്മൾ വലിയ സദ്യ കഴിക്കുന്നേക്കായ ഒരു സംതൃപ്തിയാണ് ഞാൻ കുറച്ച് കറിയെ കൂട്ടി ചോറുണ്ണും കേട്ടോ. സുഖമായിട്ട് നല്ല ചൂട് ചോറാണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്താ അങ്ങനെയല്ലേ?